ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. നമ്മളെവിടെ പോവാ? പല്ല് പറിക്കാൻ പോകും. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ പോയി കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഇന്ന് വരാൻ പറഞ്ഞു. ഗുളികയൊക്കെ എഴുതി തന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഇന്ന് വന്നിട്ട് പറിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് പോകാം. അണപ്പല്ല ഗൈസ്, ഭയങ്കര വേദന, സഹിക്കാൻ പറ്റുന്നില്ല വേദന. വയറ് മുതൽ വേദന തുടങ്ങുന്നു. പേടി കൊണ്ടായിരിക്കും. പല്ലുവേദന നമ്മുടെ കഴുത്തിൻ്റെ മുകളിലോട്ട് എന്ത് വേദന വന്നാലും നമുക്ക് സഹിക്കാൻ പറ്റൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വളരെ പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് ക്ലിയർ ചെയ്യാൻ നോക്കണം. അല്ലെ നമ്മൾ വേദന തീ എടുത്ത് വിഴുങ്ങുന്ന അതിനേക്കാളും നല്ലതെന്ന് തോന്നും നമുക്ക്. അത്രയ്ക്കും വേദന. എവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന വേദന. ഓക്കെ, ഇത് കണ്ട ഈ സംഘത്തോളം വെള്ളം കെട്ടി നിൽക്കുകയാണ്. നമ്മൾ ഇങ്ങനെ പോകും. പതിയെ പോണത്. ഞാൻ സ്കൂളിൽ ഈ വഴിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടോപ്പിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ ചെളികളൊക്കെ തെറിക്കും. പല്ല് പറിക്കുന്ന ഫാത്തി ഡെൻ്റൽ ക്ലിനിക്. ഞാൻ അവിടെ ഫസ്റ്റാണ് ഇന്നലെ പോകുന്നത്. രാവിലെ ഇറങ്ങാൻ നോക്കുമ്പോഴത്തേനും വലിയ മഴ വന്നു. നാട്ടിലൊക്കെ മഴയുണ്ടോയെന്ന് അറിയില്ല. അവിടെ നല്ല മഴയാട്ടോ. അതുകൊണ്ട് മഴ ഇപ്പോഴും പെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. യെസ്, മഴയ്ക്ക് മടുപ്പില്ലാന്ന് തോന്നുന്നു. നമ്മുടെ റോഡിൻ്റെ ഒക്കെ അവസ്ഥ നോക്കി നിങ്ങൾ. നല്ല വേസ്റ്റ് എല്ലാം കൂടെ ഒഴുകി. അപ്പം ഞാൻ കുട നല്ല തുറക്കുന്നതായിരിക്കും നല്ലത്. യെസ്, മഴ പെയ്യുന്നുണ്ട്. കുട തുറന്നു. ഇനി അടുത്ത കുടയും കൂടെ നമ്മൾ തുറക്കട്ടെ. തുറക്ക്. അയ്യോ, ആ കുടയും തോന്നും. ഓക്കെ, സെറ്റ്. അപ്പം നമ്മളിങ്ങനെ കുടയും പിടിച്ച് ഇങ്ങനെ നടന്ന് പോവാണ് ഗൈസ്. പല്ലുവേദനയ്ക്ക് അറിയത്തില്ലല്ലോ മഴയാണോ വെയിലാണോ എന്നൊന്നും. നമ്മൾ മഴ കൊണ്ടൊക്കെ പോയിട്ട് അത് പറിച്ചില്ലെങ്കിൽ എനിക്ക് ഇന്ന് രാത്രിയിലും കിടന്നുറങ്ങാൻ പറ്റും. നല്ല വേദന എന്നാണ് കേട്ടോ ആൾ പറയുന്നത്. അതായത് നമ്മുടെ ഈ സൈഡിലാണ് വേദനയെങ്കിൽ ഈ സൈഡ് ഇങ്ങനെ ഫുള്ളെന്തോ ഒരുമാതിരി ഒരു പല്ലുവേദന അനുഭവിച്ചവർക്ക് അറിയാലോ. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട്. യെസ്, തന്നെ അതിൻ്റെ കോലം കണ്ടോ? നന്നായിട്ട് കേപ്പ് വരും. ലോങ്ങനല്ലേ ഇന്നലെ എന്നിട്ടും ലോങ് എന്ന് പറഞ്ഞോണ്ട്? ലോങ്ങനല്ല, ലിപ്സ്. ലോങ്ങൻ ഇത്ര വലുതാവില്ലല്ലോ. ഇതുണ്ടോ? എന്നിട്ട് ഫുള്ള് അത് ഉണങ്ങിയിട്ട് അതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി പോകുന്നുണ്ട്. വയസ്സായ എന്താണെന്ന് അറിയില്ല. നമ്മളല്ല കേട്ടോ, അടുത്ത വീട്ടിലാണെങ്കിലും പച്ചപ്പെല്ലാം എല്ലാവരുടെയും ആണ്. വേറെ നമുക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടം ഉണ്ടാവില്ല പച്ചപ്പിനോട്. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ എത്താനായിട്ടോ, കുറച്ചും കൂടി നടക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ റോഡിൽ നിന്ന് വന്നിട്ട് മെയിൻ റോഡിലേക്ക് വന്നിട്ട് ഇവിടുന്ന് വണ്ടി വണ്ടികളൊക്കെ ചീറി പാഞ്ഞ് വരും. അങ്ങോട്ട് പോയാൽ മാണിക്കക്കാവ് അമ്പലമാട്ടോ വരുന്നത്. ഇതേ ഫ്രണ്ട്, പൊന്നൻ്റെ ഫ്രണ്ട്. ആരോ കാലൊക്കെ തല്ലി ഓടിച്ചോ വേറെ കിട്ടിയിട്ട് ഞണ്ടെന്നാണോ എന്താണെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ ഇപ്പുറത്തെ വശത്തേക്ക് കടക്കട്ടെ. അങ്ങനെ നമ്മൾ കടന്നിരിക്കുകയാണ്. എത്തി ഗൈസ്, ഫാത്തി ഡെൻ്റൽ ക്ലിനിക്. ഇത് സാറ്റർഡേ സൺഡേ രാവിലെ 9 മണി മുതൽ എത്ര മണി വരെ? 2 മണി വരെ ഇല്ല കേട്ടോ. പിന്നെ കട ക്ലോസ് ചെയ്യൂ. ക്ഷീണം പിടിച്ച് ക്ഷീണം പിടിച്ച് അപ്പുറത്തുണ്ട്. അപ്പോൾ പല്ല് വെച്ചിട്ട് അതെ. അവിടെ പോയി
അവിടെ ഇരുന്ന ആൾക്കാർ പോയി. അണപ്പല്ലാണെ പുറത്ത് കാണാനും ഇല്ല. നിർത്തിയപ്പോൾ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിട്ട് ടെൻഷൻ വരുന്നില്ല. എങ്ങനെ എടുക്കും, നമ്മളെടുക്കണ്ട അവരെടുക്കും. എന്നാലും നമുക്ക് പിന്നെ അങ്ങനത്തെ വേദന ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇത് തന്നെ വേദന സഹിക്കാമെന്നുള്ളതാണല്ലോ സ്ത്രീകളുടെ ഒരു പ്രത്യേക കഴിവല്ലോ അതിലെ. അമ്മ പോയിട്ട് കാണാം. അടുത്തത് ഉമ്മയാണ് കേട്ടോ. അപ്പൊ ഇനി ഉമ്മയുടെ പല്ലെടുത്ത് കാണാവേ. എന്താ തോന്നുന്നേ? എന്തോ പാലം കയറ്റി വെച്ചോടെയാണ്. ആൾക്ക് തരിക്കുന്ന തരിപ്പിക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ വെച്ചു. തരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ വെച്ച്. അപ്പം അടുത്ത അവിടെ പോയിട്ടാണുള്ളത്. അവർ കഴിഞ്ഞിട്ട് അല്ലേ? അമ്മ വീണ്ടും കയറിയിരിക്കുകയാണ്. ഹായ്. ഓ പിന്നെ പല്ല് പിടിച്ചിട്ട് കാണാം. ഹായ് ഒക്കെ പറഞ്ഞത് ഇങ്ങനെയാക്കി കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ പല്ലെടുത്തു. അപ്പോൾ അത് നമ്മൾ തിരിച്ച് വീട്ടിലോട്ടേക്ക് പോവാണ്. 1 മണിക്കൂർ പഞ്ഞി അമർത്തി കടിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കിനി സംസാരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ സംസാരം കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. തണുത്തത് കുടിക്കുന്നതിന് പ്രശ്നമില്ല, ചൂടുള്ള ഭക്ഷണമൊന്നും കഴിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേദന ഉണ്ടെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് വേദന ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. വേറെ എന്താ പറഞ്ഞേ? വേറെ ഒന്നും പറഞ്ഞില്ല. ഗുളിക, വേദനേൻ്റെ ഗുളിക കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞ് വേദനയുടെ ഗുളിക കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വേറൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഐസും വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ ഫ്രണ്ട്സുമാർ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വായിപ്പിക്കാവേ. സംസാരം നല്ല രീതിയിൽ കുറക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്നല്ലേ. ഓക്കെ. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് അലക്കാനൊക്കെ ഇടണം. ചോറും കറിയൊക്കെ രാവിലെ വെച്ചുകൊണ്ട് അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഓരിനി എഴുതിയാണ് എല്ലാം കാണിക്കുക. സംസാരിക്കാൻ പറ്റില്ല. പറ്റുന്ന വേദന ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ വേദന ഇല്ല എന്നാണ്. എന്നതാ മിനിറ്റ് മാറിയാൽ വേദന വരും എന്നാണ് കേട്ടോ. വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുന്നല്ലേ വന്നെ. അതാണ് ഇങ്ങനെ എഴുതി കാണിച്ച് പറഞ്ഞത്. നമുക്ക് പിന്നെ അങ്ങനെയൊന്നും എഴുതി കാണിച്ച് ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും അറിയില്ല. വെള്ളപ്പൊക്കത്തിൻ്റെ അഭിഷേകമാണ്. ഇതിലോട്ട് പോകാനേ എനിക്ക് മഴേൻ്റെ ടൈം ഇഷ്ടമേ ഇല്ല. പക്ഷെ എന്നാലെന്താ, നിവൃത്തികേട് കാരണം പോയല്ലേ പറ്റൂ അല്ലേ അവനെ. അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. വീട്ടിലിനി ഗേറ്റൊക്കെ തുറക്കണം. പിന്നെ അലക്കാനൊക്കെ ഇടണം. ഓക്കെ, എന്നാ വീട്ടിലെത്തിയിട്ട് കാണാം. പിറ്റേന്ന് വൈകുന്നേരം ആയിട്ടോ. സമയം കൃത്യം 4:30 ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പല്ല്? കുറവുണ്ട്. പല്ല് കുറച്ച് സൈഡായിപ്പോയി എന്ന് പറയും. തണുപ്പുള്ളതാണ്. ഐസ്ക്രീമൊക്കെ കുടിച്ചു ഇന്നലെ. ഇന്നും കുടിച്ചില്ല. പിന്നെ ഈ ഭാഗത്താണ് ചവക്കുന്നത് അല്ലേ. പിന്നെ എവിടെയാണെങ്കിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഊഞ്ഞാലിൽ കണ്ടോ. ഇവിടെ കുറേ പണിയൊക്കെ നടക്കുക. ലിയോപ്പിയാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. മൊത്തം പണി. ഇവിടെ ജനൽ ചിട്ടവാറിൽ ജനൽ പെയിന്റ് അടിക്കാനുണ്ടായിരുന്നു. ജനൽ ചട്ടം സോറി, അതൊക്കെ പെയിന്റ് അടിച്ചു. പോളിഷ്. എന്നെ വെയില.
പോളിഷൊക്കെ മങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് മാത്രം അടിച്ച് ഫിനിഷാക്കി. യെസ്. ഇനി ഇവിടെ കുറച്ച് ഭാഗം ചെയ്യാനുണ്ട് കേട്ടോ. 2-3 ഊക്ക് ഒഴിവുണ്ട്. അവിടെയൊക്കെ ചെടി തൂക്കിയിടണം. അപ്പം മഴയൊക്കെ കുറേശ്ശെ മാറി വന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞോ? വീഴുന്ന വിധത്തിൽ വെക്കല്ലേ. ആ ഇപ്പുറത്തെ ചെടിയുടെ പൈപ്പ് ശരിയാക്കും. ആ, ചെടിയുടെ വെയിറ്റ് കൂടുതലായതുകൊണ്ട് ചെടി തൂങ്ങി തൂങ്ങി വരാൻ തുടങ്ങി. അതിന് വേറെ ചട്ടിയിലേക്ക് മാറ്റി നടണം. അതുപോലെ ഇവളെയൊക്കെ എടുത്ത് താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം മണ്ണ് പാറി പിടിച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് പൈപ്പിട്ട് അടിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം സൈഡിലൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാവർക്കും ചെടി ഇഷ്ടമാണ് കേട്ടോ. ചെടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നത് ഇത്തെ ആളാണ്. പുള്ളീനെ കാണിച്ചു തരാൻ നിർവാഹമില്ല. ഡ്രസ്സൊന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞത് ഷർട്ട് ഇട്ടിട്ടില്ല കേട്ടോ. അതാണ് അങ്ങനെ പറഞ്ഞത്. എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് മാത്രം ഇങ്ങോട്ടാക്കി വെക്കാനില്ല. അതെനിക്കൊന്ന് ശ്രദ്ധിക്കുന്ന കാര്യമില്ല. എന്നാലും ഒന്ന് ശ്രമിച്ച് നോക്കിക്കേ പറ്റുമോന്ന്. വലിച്ച് ചട്ടി പൊട്ടിക്കരുത്. 2 കൈയും കൊണ്ടും നോക്ക്. ഇല്ല, പറ്റിയല്ല. അവിടെ വെച്ചേക്ക്. ചട്ടി വേറെ മേടിക്കാൻ വയ്യ. അപ്പം നമ്മളിങ്ങനെ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കുറച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട്. അതവിടെ വെച്ചേക്ക്. ഇതെനിക്ക് എന്തായാലും പറ്റത്തില്ല. അപ്പോൾ അതെല്ലാം എടുത്ത് നമുക്കൊരു സ്ഥലത്തേക്ക് ആക്കിയിട്ട് വെക്കണം. അത് വെക്കുന്നൊരു ഭാഗമാണ് ഇനി അടുത്തത്. വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യണമല്ലോ. ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ റെസ്റ്റ് ഇല്ല. ബാക്കിയുള്ള ദിവസങ്ങളിലും ഉമ്മക്ക് റെസ്റ്റ് ഇല്ല, പക്ഷെ നമുക്ക് റെസ്റ്റ് ഉണ്ട്. റെസ്റ്റ് എടുക്കാൻ നിന്നാൽ അത് എടുക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. ഇതല്ലേ നിൻ്റെ പണി. എന്തേലും 2 പണി എടുക്കുക, എന്നിട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കുക. എന്തിനാ അവിടെ പോയേ? ബ്രഷ് ഇറുക്കി വെക്കാനോ? ബാ, നമുക്കും കൂടി അങ്ങോട്ട് പോവാം. ബ്രഷ് ഇറുക്കി വെക്കാൻ വേണ്ടി പോയി. എന്നിട്ട് വെച്ചു ഇവിടെ ഷീറ്റൊക്കെ കെട്ടി കേട്ടോ. കാണിച്ചു തന്നില്ലല്ലോ. അതന്നെ നമ്മുടെ പണി. ഷീറ്റ് കെട്ടുക, അതഴിക്കും. അവിടെ കുറച്ച് ചെടി വരും. എന്നിട്ട് രണ്ടാമതും അതിനെ മാറ്റിയിടും. എന്നിട്ട് വേറെ ചെടി കൊണ്ടിടും. അഴിച്ച് മാറ്റുന്ന തന്നെ രണ്ടാമതും അവിടെ തന്നെ വരും. മാറ്റുന്നതിന് വെച്ച സാധനം തന്നെ രണ്ടാമതും വരും. ഗൈസ്, ഇതുണ്ടോ? അയ്യോ, മൊത്തം ഫ്ലാഷ് ബാക്ക് ആയി ഗൈസ്. കാണിച്ചു തരാവേ. ഇതാണ്ട ഗൈസ് ആ തൂക്കുന്ന സംഭവം കണ്ടോ? ക്യാമറേൻ്റെ അപ്പുറത്തുള്ളത് അത് ഇവിടെ ഉണ്ടായിരുന്നതാണ് അവിടെ ഉണ്ടായത്. ഓക്കെ. ഇപ്പോൾ പണിയൊക്കെ ചെയ്യുമ്പം ഷർട്ടൊന്നും ഇടലില്ല കേട്ടോ. അതങ്ങനെയാണ്. കണ്ടാലും നിങ്ങളൊന്നും വിചാരിക്കരുതേ, അല്ലേ? പണിയെടുക്കുമ്പോൾ ഇപ്പോൾ ഷർട്ട് ഇടലില്ലല്ലോ. ചൂടായതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. പിന്നെ അതേപോലെ ഈ സപ്പോട്ട മുമ്പിൽ കൊണ്ടുവച്ചതായിരുന്നു. ആ സപ്പോട്ടനെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് വീണ്ടും തിരിച്ച് കൊണ്ടുവന്നിട്ടു. ബാക്കിൽ ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ വേറെന്താ? പിന്നെ ലാസ്റ്റ് കിട്ടിയൊരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അത് പക്ഷേ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയൊരു സാധനം. എന്നിട്ട് അതിൻ്റെ ഇച്ചിരി ഇറച്ചിയൊക്കെ ആയിട്ട് അത് അത്ര ഇതില്ലായിരുന്നു. ഇതല്ല എൻ്റെ ഉണ്ടമുളക് കണ്ടോ? ബുള്ളറ്റുമുളക് പൊളിഞ്ഞിക്കുന്നത് കണ്ടോ? വിത്ത് വായി ഉണ്ടാക്കിയത് കേട്ടോ. വിത്ത് വായി നട്ടു. നല്ല എരിവല്ലേ ഇതിന്? നല്ല എരിവ. അതുകൊണ്ട് ഞാൻ കഴിക്കില്ല അത്ര തന്നെ. ഓറഞ്ച് വീണ്ടും തെളുത്ത് വരുന്നുണ്ട്. ഇവിടെ പൂവിട്ടുണ്ടായിരുന്നല്ലോ. തിന്നാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഈ ചെടി കണ്ടോ? ഈ ചെടി നമ്മൾ വിചാരിക്കും പിന്നെ പൂവൊക്കെ കഴിഞ്ഞാൽ ഫുള്ള് ഉണങ്ങിപ്പോയി എന്ന് ചിന്തിക്കും കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ആളെല്ലാം കൊത്തിക്കളയാൻ വേണ്ടിയിട്ട് പുള്ളി പോവേ. ഞാൻ പറയും കൊത്തരുത്, അത് പിന്നെയും തെളുത്തൊക്കെ വരുമെന്ന്. ഇതേപോലെ കാണുമ്പം വിചാരിക്കും അത് ഉണങ്ങിപ്പോയതായിരിക്കും.
പക്ഷെ അവൾ രണ്ടാമതും മറിച്ചും പോടെ ഉയർത്തെഴുന്നേറ്റ് വരും വീണ്ടും. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് ഞാനൊരു പിന്നെ നഴ്സറിയിൽ നിന്ന് കണ്ടിട്ട് ഒരു കുഞ്ഞ് മറ്റേ കറുത്ത കവറിൽ കണ്ടിട്ട് വാങ്ങി കൊണ്ടുവച്ചതാ. ഇഷ്ടം പോലെ പൂ തന്നു കേട്ടോ, ഇഷ്ടം പോലെ. പൊന്നനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. പൊന്നൻ്റെ അടുത്ത് ആരെങ്കിലും ഓലച്ചെടി കൊടുക്കാമെന്ന് ചോദിച്ചാൽ എന്താ പറയും? ഞാൻ കൊടുക്കൂല. അങ്ങനെ പറയാ? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു ചട്ടിയിൽ ഓലച്ചെടി അല്ലെ ഒരു 2 ചട്ടിയിൽ നിന്ന് കൂട്ടിക്കോ. എന്നിട്ട് അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു തൈകള് മാറ്റി മാറ്റിയിട്ട് ഇത്രയും ചട്ടികളിലാക്കി. അല്ലാണ്ട് ഇതെല്ലാം മേടിച്ചൊന്നുമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചട്ടികളിലേക്ക് മാറ്റി മാറ്റി എടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ മാറ്റാനായിട്ടുണ്ട് ഏകദേശം. ചട്ടികൾ വാങ്ങി. എനിക്ക് ഓലച്ചെടി ഭയങ്കര ഇഷ്ടമാകുകൊണ്ട് ഞാൻ ആർക്കും കൊടുക്കുകയില്ല. 2 ചട്ടികൾ നിറഞ്ഞു നിൽപ്പുണ്ട് കുറേ തൈകളായിട്ട്. അപ്പോൾ ചട്ടികളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ചട്ടികളിലേക്ക് മാറ്റും. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഇതൊക്കെ. ചട്ടി മേടിക്കേണ്ട ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ ടൗൺ പ്രദേശം ആയതുകൊണ്ട് തന്നെ മണ്ണ് കിട്ടുന്നതും കുറച്ച് ബുദ്ധിമുട്ടാണ്. മണ്ണൊക്കെ നമ്മൾ അതുപോലെ സെറ്റ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ എത്ര ഓലച്ചെടികളുണ്ട്? ഇപ്പോൾ കുറേ ഉണ്ട്. ഇതൊക്കെ കുറച്ച് മാറ്റാനായി. എന്താ നിറച്ച് ശാഖകളുണ്ട്. ഇത് ചെടി കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മാറ്റി നടുമ്പം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കും. അല്ലാതെ കൊടുക്കൂല. ഒരു ചട്ടിക്ക്. അത് ഈ ചട്ടിയൊക്കെ ആണെങ്കിൽ റേറ്റ് കൂടും കേട്ടോ. 600 രൂപയൊക്കെ ഉണ്ട് നഴ്സറികളിൽ മേടിക്കുന്നതിന്. അപ്പം അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. വെറുതെ കൊടുക്കാൻ പറ്റൂലല്ലോ, അധ്വാനം ഉണ്ടല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട്, വളങ്ങളുണ്ട്, തൈയുണ്ട്. അപ്പോൾ ഇത് ചട്ടിയിൽ 2-3 ചട്ടിയുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാറ്റിയിട്ട് വലിയ ചെടിയുടെ ഒരു ശേഖരം വെച്ചുകൊണ്ട് നിൽക്കും. മാറണം, എന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. 2 ചെടികൾ ലോക്ക് ചെയ്തിരിക്കുക. മഴ പെയ്തിട്ട് പിന്നെ നമ്മൾ കുഴപ്പിച്ചുകൊണ്ടിരിക്കും. 2 ദിവസം നല്ല വെയിൽ തരും, 3ൻ്റെ അന്ന് നല്ല മഴയുമായിരിക്കും. ഇപ്പോൾ 2 ദിവസം ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പം ഇത് കണ്ടോ, ഈ ചട്ടിയിലൊക്കെ ഇങ്ങനെ വേര് തിങ്ങിയിരിക്കുന്നതുകൊണ്ട് വെള്ളം കുടിച്ച് കിടക്കും. സ്ഥലത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പറയും, ചട്ടിയിലൊന്നും വെള്ളം കെട്ടി നിർത്തരുത്, നിങ്ങളെടുത്ത് മറിക്കണം എന്ന് പറയാം. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടി പറയുന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. പല്ല് പറിച്ചതിൻ്റെ മറ്റേ എന്താ പറയണ്ടേ, ക്ഷീണമെന്നല്ല, നമുക്കെപ്പോഴും ലാസ്റ്റത്തെ അണപ്പല്ല് പറിക്കുമ്പോൾ ഒരു ചെറിയ പേടിയുണ്ടാവുള്ളൂ. ചെറിയ ഇതുണ്ടോ, ഈ ഭാഗത്തൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതൊക്കെ 2-3 ദിവസം കൊണ്ട് മാറുമെന്ന് പറഞ്ഞു. അല്ലേ പോയിട്ട് ഇഞ്ചക്ഷൻ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ഒരാൾ കാര്യത്തിന് പോയിട്ട് അകത്തിരിക്കാൻ ഞാൻ കൂട്ടിക്കൊണ്ടു പോവാം. അവളെ ഇങ്ങ് കൊണ്ടുപോവാ. അവളെ പിടിച്ചുകൊണ്ട് വന്ന കേട്ടോ. അവൾ തക്കം നോക്കിയിട്ട് അവൾ പെരയ്ക്കകത്തോട്ട് കയറിപ്പോയി. രോമമൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ചെറിയ രോമങ്ങളുണ്ടാവും. അപ്പം അത് അകത്താകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ പേർഷ്യൻ പൂച്ചകളെ എങ്ങനെയാണോ അകത്തൊക്കെ കയറ്റിയിട്ട് വളർത്തുന്നതെന്ന് ഇപ്പം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. നമ്മൾ എത്ര മെയിൻറ്റെയിൻ ചെയ്ത് അവരെ നോക്കിക്കഴിഞ്ഞാലും രോമത്തിനെ കൊണ്ട് ഭയങ്കര കളിയായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങനെ അകത്ത് കയറ്റി ശീലിപ്പിക്കാറില്ല അവളെ. ഒന്ന് ഈ തന്നെ കിടക്കും, അല്ലെങ്കിൽ വർക്ക് ഏരിയയിൽ, അല്ലെങ്കിൽ അവൾക്ക് കൂടുണ്ട് സെപ്പറേറ്റ്. ആ കൂട്ടിലൊക്കെ ആക്കിയിട്ട് അവളെ നോക്കുന്നു. നമ്മുടെ അടുത്തുള്ള മൃഗം നമ്മളെ പോലെ തന്നെ നമ്മൾ അവരെയും കെയർ ചെയ്യണമല്ലോ. അല്ലേ കുട്ടപ്പ, കുശിപ്പ, മോള് ലിയോപ്പ. അവളുടെ പേര് ലിയോ എന്നാ, പക്ഷെ ഞാൻ അവളെ കുട്ടപ്പാനെ വിളിക്കുള്ളൂ. ആശാക്ക് മത്തിയൊക്കെ അടിച്ചിട്ടിരിക്കുക. പിന്നെ നമുക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട്. എന്ത് പണിയാ? ഓലച്ചെടിയൊക്കെ ഇവിടുന്ന് മാറ്റാനുണ്ട്. എനിക്ക് തല കുനിഞ്ഞ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്.
ഓരോ ചെടി ഇവിടുന്ന് എടുത്തിട്ട് എവിടെ വെക്കാനാ? അത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പൊന്നെ അതിൻ്റെ കാര്യം. പൊന്നൊരു ഇത് തരാം. ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ, എന്നിട്ട് മറുപടി എന്താ നോക്കട്ടെ. പൊന്നെ ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് പരമാവധി പറയാൻ പറ്റുന്ന ഫ്രൂട്ട്സിൻ്റെ, ഇവിടെയുള്ള ഫ്രൂട്ട്സിൻ്റെ തൈകളുടെ പേര് പറയാം. പരമാവധി പറ്റുന്നത്. ഒരു കാരണവശാലും ഫ്ലവറിൻ്റെ പറയാൻ പറ്റില്ല, ഫ്രൂട്ട്സിൻ്റെ മാത്രം പറയാം. ഓക്കെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. എവിടെയും പോകണ്ട, കൈനെ കൊണ്ട് എണ്ണി പറഞ്ഞാൽ മതി. ഇത് സ്ട്രോബെറി പേര ഒന്ന്, ഇത് കുറ്റ്യാട്ടൂർ മാവ്, ഇത് പിന്നെ ബുഷ് ഓറഞ്ച്, ബെൽ ജാമ്പ, സാധാരണ ജാമ്പയുണ്ട്, അബിയുണ്ട്, പിന്നെ അൽഫോൻസ മാവുണ്ട്, പിന്നെ കാലാപ്പാടിയുണ്ട്. മാങ്ങയാണേ അതൊക്കെ. കാലാപ്പാടി. പിന്നെ ഉള്ളത് സപ്പോട്ടകൾ തന്നെ 2-3 തരം സപ്പോട്ടകളുണ്ട്. അവിടെ തന്നെ 3 എണ്ണമായി. പിന്നെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ വെരിക്കേറ്റഡ് പേരയുണ്ട്. അല്ലാത്ത പേരകൾ തന്നെ 2-3 തരമുണ്ട്. പിന്നെ ഞാവലുണ്ട്. പിന്നെ മറ്റേ അബിയും ഉണ്ട്. പിന്നെ ഇതുണ്ട്, ഏത് നമ്മുടെ എന്തായിരുന്നു അതിൻ്റെ പേര്? ആ പേര് ഞാൻ എപ്പോഴും മറന്നു പോകും കേട്ടോ. അതിൻ്റെ പേര് ഡ്രാഗൺ ഫ്രൂട്ടാ? അല്ല, നമ്മളെ ഉപ്പിലിട്ടതിൻ്റെ പേരെന്തായിരുന്നു? നെല്ലിക്കയുണ്ട്. ചതുര നെല്ലിക്ക. പിന്നെ നെല്ലിക്ക സാധാരണ നല്ല സാധാരണ നെല്ലിക്ക ആണെങ്കിലും ആ നെല്ലിക്ക നല്ല മധുര കേട്ടോ, നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ. പിന്നെ ഇത് അമ്പഴങ്ങ. അതാണ് എനിക്ക് എപ്പോഴും വിട്ടുപോകുന്നത്. അമ്പഴങ്ങയുണ്ട്. പിന്നെ ജാതി, വയലറ്റ് പേരയുണ്ട്. ജാതി സുഗന്ധദ്രവ്യങ്ങളിൽ പെടുന്നൊരു സംഭവമല്ലേ ജാതിക്ക. പക്ഷെ അത് കായ് തരുന്നുണ്ടല്ലോ. അത് തന്നെ പറഞ്ഞ, അത് നമ്മുടെ പിന്നെ ജാതിപത്രിയൊക്കെ നമ്മുടെ ബിരിയാണി അതിലേക്ക് ഉൾപ്പെടുത്തുന്നു. പിന്നെ നമ്മളടുത്ത് സാന്തോളം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഉണങ്ങിപ്പോയതിന് ശേഷം അത് പോയി. പിന്നെ ഉറുമാമ്പഴം നിലവിലുണ്ടായിരുന്നു, അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. മുസമ്പി, പിന്നെ മഴ കൊണ്ടുള്ള പ്രശ്നം കേട്ടോ. പിന്നെ റംബൂട്ടാനുണ്ട്. മുസമ്പി ഉണ്ട്. പിന്നെ മാവ് വേറെ ഏത് തരമുള്ള കോമാങ്ങ എന്ന് പറയും. അത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള മാങ്ങ കേട്ടോ. ആ മാങ്ങയുണ്ട്. അങ്ങനെ മാങ്ങകൾ തന്നെ കുറച്ചധികം മാങ്ങകളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവരൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലുള്ള മാങ്ങകളിലധികം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഓക്കെ, അപ്പോൾ പൊന്നു ഇവിടെയുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫ്ലവേഴ്സിൻ്റെ അറിയുന്നത്. ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫ്ലവേഴ്സ് അധികം അങ്ങനെ ഫ്ലവർ കിട്ടുന്ന തരത്തിലുള്ള ചെടികളല്ല എനിക്കിപ്പോൾ ഇഷ്ടം. എനിക്ക് ഈ ഓലച്ചെടികൾ പോലത്തെ ഇങ്ങനെ ബുഷായിട്ടൊക്കെ നിൽക്കുന്ന ചെടികളുണ്ടല്ലോ, അത് തന്നെ എൻ്റെ അടുത്ത് പല വെറൈറ്റിയിലുള്ള ചെടികളുണ്ട്. അപ്പോൾ അതിനെയാണ് ഞാൻ കൂടുതലിപ്പോൾ പിന്നെ പരിപാലിച്ചു കൊണ്ടുവന്നത്. പിന്നെ ഈ പൂക്കൾ കിട്ടുന്ന ചെടിയിൽ ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് അടീനിയം, ചെത്തി, പിന്നെ അരിപ്പൂവ്, പിന്നെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ അതിന് ഞാൻ മുട്ടാമണിങ്ങൻ പൂവെന്നാ പറയാം കേട്ടോ. എനിക്കത് ശരിക്ക് അതിൻ്റെ പേരെന്താന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ ചെത്തീനപ്പുറത്തുള്ള ഇത്, അതിൻ്റെ പേരും എനിക്കറിയില്ല. അതേലും പൂവാവുന്നതാണ്. അതേലും പൂവുണ്ട്. പിന്നെ അതിൻ്റെ താഴെ നിൽക്കുന്ന ഒരു ചെടിയാണ്ട്, അതേലും പൂവാവുന്നതാണ് ഇത്. പിന്നെ ഇതില്ലേ ഇതില്ലേ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൂക്കി ഇടുന്ന സമയത്ത് അതിങ്ങനെ ഞാന്ന് വരുമല്ലോ. അപ്പം അത് താഴോട്ട് തൂങ്ങി വരുന്ന ചെടിയെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് വെറുതെ വേറെ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് മണ്ണ് ഏത് ചട്ടിയിലാണുള്ളത് അതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് കുത്തി വെക്കും. പിന്നെ ബോഗൺവില്ല ഉണ്ട്. പിന്നെ കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് അവിടുന്ന് തന്നെ മുളച്ചു വരും. അപ്പം ഞാനെന്ത് ചെയ്യും, ഞാൻ അങ്ങനെ ചെടിയൊന്നും, എനിക്ക് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കണേ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒപ്പ ചെയ്ത് തരുന്നു കേട്ടോ. അപ്പോൾ ആ പുള്ളി അതെല്ലാം സെറ്റാക്കിയിട്ട് ചെയ്ത് തരും. പിന്നെ ബോഗൺവില്ലകൾ തന്നെ പല കളറിലും ബോഗൺവില്ലകളുടെ ഒരു ശേഖരം തന്നെ ഉണ്ടെന്ന് പറയാം. അത് നമ്മൾ ഷീറ്റയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗൈസ്, ഊഞ്ഞാൽ ശരിയാക്കാൻ പോവാണ്. ഇനി ഉപ്പയുണ്ട് കേട്ടോ ഇപ്പുറത്ത്. അങ്ങനെ തന്നെ
അടിപൊളിയായിട്ടുണ്ട്. ഇനി അപ്പുറത്തെ ജനലിൻ്റെ പണി കഴിഞ്ഞാൽ പുറത്തെ ചുമര അടിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ വീട്ടിലത്തെ അംഗങ്ങളെക്കാൾ അധികം ചെരുപ്പുകളുണ്ടാവും കേട്ടോ. ഒരു പഴയ ചെരുപ്പ് ഞാൻ കളയൂല. എല്ലാ അത്യാവശ്യം മുറ്റത്തൂടെയൊക്കെ ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റാത്തതൊക്കെ മുറ്റത്തൂടെയൊക്കെ ഇട്ട് തയ്ച്ച് അതിൻ്റെ വള്ളിയോ എന്തെങ്കിലുമൊക്കെ പൊട്ടി നാശകോശമായി കഴിഞ്ഞാൽ മാത്രമേ കളയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്നവർ എത്രയോ പേര് ചോദിക്കാറുണ്ട് കേട്ടോ, നിങ്ങളുടെ വീട്ടിൽ കുറേ അംഗങ്ങളുണ്ടോയെന്ന്. സത്യം പറഞ്ഞാൽ അംഗങ്ങൾ ഉള്ളതുകൊണ്ടല്ല, കാരണം ഇവർ പള്ളിയിലും സ്കൂളിലും പിന്നെ ജോലിക്ക് പോകുന്നവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ചെരുപ്പ് എൻ്റേതെന്ന് പറയാൻ ഒറ്റയൊരു ജോഡിയെ പുറത്ത് കാണാനുണ്ടാവുള്ളൂ, ബാക്കിയല്ലേ ഇതുങ്ങളുടെ കേട്ടോ. അപ്പോൾ ചെരുപ്പിൻ്റെ ഒരു ശേഖരം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുപോലെ ആ ചെടി വെച്ചത് ക്ലിയർ ആയിട്ടില്ല, അത് തിരിക്ക് കുറച്ചും കൂടെ. അതാ ലാസ്റ്റ് ആ തൂങ്ങുന്ന ഭാഗം ഇങ്ങോട്ടായിട്ട് വരട്ടെ. ചട്ടി മാത്രം നീക്കിയാൽ മതി. കുറച്ചും കൂടി വാ നോക്കട്ടെ. കുറച്ചും കൂടി വരുമല്ലേ? ആ മതി. അപ്പം അങ്ങനെയാണ് ഈവനിങ്ങിലെ പരിപാടികൾ എല്ലാം സെറ്റാക്കാനുണ്ട്. ഇനിയെല്ലാം വഴിയെ ചെയ്യട്ടെ കേട്ടോ. പറ്റുമെങ്കിൽ കാണിച്ചു തരാമേ. നമ്മളൊക്കെ വീട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പിന്നെ വൃത്തിയാക്കും കേട്ടോ. കാരണം അല്ലേ പിന്നെ നമ്മൾ കുറേ ഭക്ഷണം കഴിച്ചിട്ടോ യാത്ര ചെയ്തിട്ടോ ഒന്നും കാര്യമില്ലല്ലോ. നമ്മളിരിക്കുന്ന അപ്പം എന്നാലേ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ. ഒരു കല്ലെടുത്ത് എടുക്കാം പോവാണേ. എന്നാ വന്നേ? എന്നാ വന്നെ കല്ല്? ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. രണ്ട് ഓടിൻ്റെ കഷ്ണം നീളത്തിലുള്ളത് മതി എന്ന് പറഞ്ഞ്, അപ്പോൾ നമുക്ക് എന്തായാലും അതെടുക്കാൻ പോവാം. അതിപ്പുറത്താണ് കേട്ടോ. അത് എടുത്തിട്ട് കാണിച്ചേ ഗൈസ്. എടുത്തിട്ടുണ്ട്. പറയുന്നറിയില്ല. മതിയോ? എന്താ ഇത് വലുതാ? ഇതാ വലുത്. ഇത് ഞാൻ പിന്നെ ഓടിൻ്റെ വശം പോലെ നല്ല വലുതാണ് ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ അങ്ങനെ തന്നെ. ആ ചേട്ടാ. ആ ഈ കുട്ടി പൊന്നൂസേ എന്നാ സംഭവിച്ചേ? വെച്ചോ? എന്നാ ഇതും കൂടി ഒന്ന് വെച്ചോക്ക്. പച്ചപ്പിനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുന്നതന്നെ വലിയ കാര്യമാട്ടെ. ചിലർക്ക് ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. പച്ചപ്പ് ഇഷ്ടമല്ല, എവിടെയെങ്കിലും പോകുന്നത് ഇഷ്ടമല്ല, ചടഞ്ഞുകൂടി വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അതെന്നെ ഉദ്ദേശിച്ചു. എവിടെയും പോകില്ല, എവിടെയെങ്കിലും പോകണേ 100 പ്രാവശ്യം പറയണം ഒരു സ്ഥലത്ത് പോവാം, എന്നാലേ കേൾക്കുള്ളൂ. ഇൻട്രസ്റ്റ് ഇല്ല ഒരു കാര്യത്തിൽ. എവിടെയാ കയറ്റി ഫോൺ വെച്ചിരിക്കുന്ന? കിതാബിന്റെ മേലെയോ? യെസ്. ഞാൻ നേരത്തെ ഒരു ചെത്തിപ്പൂവിന്റെ ഇത് കാണിച്ചു തന്നില്ലേ, അവിടെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ ഫുള്ള് കാണാൻ പറ്റും. യെസ്, പക്ഷെ എന്നെ കാണില്ല കേട്ടോ. ഇങ്ങനെ നിൽക്കണം. പൊടിയാൻ നിൽക്കണ്ട വീണിട്ട്. കുരുത്തക്കട പറഞ്ഞാൽ ഒന്നും കേൾക്കുന്നില്ല. എന്തേലും ഒരു പണി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 പണിയാക്കിയിട്ട് കൊണ്ടുതരുമോ? അതാ ശീലം. വേണ്ടേ? വെള്ളം എങ്ങനെയാ മറിഞ്ഞാൽ വെച്ചപ്പം നോക്കി
നോക്കിയില്ലായിരുന്നു അതിന്റെ വെള്ളം ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ളത്. മോപ്പെടുത്തോ പൂച്ചയ്ക്ക് നമ്മൾ ഇവിടെ അവളിവിടെ സ്ഥിരം കിടക്കുന്നതുകൊണ്ട് ഇവിടെ വെച്ചതല്ലേ വെള്ളം. ഇത്ര വിഷമിച്ചത് തട്ടിമറിച്ച് എന്തായാലും വഴുതി പോകുമല്ലോ. അവിടുന്ന് വരുന്നുണ്ടേ. ഒന്ന് തൊടിക്കട്ടെ. എന്താ പിന്നെ ആര് വെള്ളം കുടിച്ചു മോനെ. അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, പോയി കുടിച്ചു. നല്ല പോലെ വെള്ളം കുടിച്ചു. ആള് മറ്റേ എന്തെന്നാ കിവീൻ്റെ പുഡിങ്ങും കഴിച്ച് അല്ലേ? എന്നാ ഞാൻ ഇത് കൊണ്ടു വെച്ചിട്ട് തരട്ടെ. എടുക്ക് വീഡിയോ. എൻ്റെ ഉണ്ട് ഒരു മോപ്പ് വെക്കാൻ. ചെരുപ്പ് ഇഷ്ടം പോലെയുണ്ട്. പുറത്തിറങ്ങുമ്പം ഒരു ചെരുപ്പ് പോലും കാലയിലിടില്ലാത്ത ഒരു സാധനം. വലിയ ബക്കറ്റ് എടുത്തോ. എന്നിട്ടെല്ലാം തരം തിരിച്ച് വിരിച്ചിടണേ. തലമുട്ടുന്ന രീതിയിലൊന്നും വിരിച്ചിടരുത്, വലിയ തുണിയൊന്നും വിരിച്ചിടരുത് എന്ന്. അത് പറിക്കുന്നതിന് വരും, മഴയായതുകൊണ്ട്. ഗൈസ്, അപ്പം ഞാൻ തുണിയൊക്കെ എടുത്തിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ലാസ്റ്റത്തെ തുണി കഴിഞ്ഞിരിക്കുന്നു. പൂട്ടിട്ടെ. പൂട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. ഗൈസ്, പുറത്തെ പണി കഴിഞ്ഞാൽ സമയമുണ്ടെങ്കിൽ തുടയ്ക്കണം. ആണെങ്കിൽ ഞാൻ തുടക്കും. എനിക്ക് തുടക്കാൻ ഭയങ്കര ഇഷ്ടം. ഇന്ന് നമ്മളെ ഈ മുകൾ ഭാഗം അടിച്ചു വാരി തുടച്ചു. അടിച്ചു വാരിയത് എൻ്റെ ദീദി തത, ഞാൻ തുടച്ചു. അങ്ങനെ മുകളിലെത്തി. എവിടുന്ന് ആരെടുക്കാം. ഇതെൻ്റെ പള്ളിയിലത്തെ ഷാളാട്ടോ, മഫ്ത. ഞാൻ ഇങ്ങനെ പറയുന്നത്. അയ്യോ, ബെഡ്ഷീറ്റ് ഇരിക്കണം. വിശ്വാസം ഈ ഭാഗം ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സംഭവങ്ങളും കൂടി ഇടാനുണ്ട്. അയ്യോ, തുണിയൊക്കെ ആറിയിട്ടു. ഇനി നേരെ താഴോട്ട് പോവാണ്. അയ്യോ, പിന്നെ എന്തെടുക്കുക? അലക്കുക. ഇതേ ഒരാൾ ഇവിടുന്ന് നോക്കുന്നു. എടി നിനക്ക് എന്തടി നീച്ച എന്താണ് എന്താണ്? അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കാണിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതാ പുറത്തെ പണിയൊക്കെ. അതെന്ന് ചെയ്യുന്നുണ്ടോ? പിന്നെ പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. അതായത് അത് കാണിച്ചു തരാൻ പറ്റത്തില്ല. ഇനി കുറേ ഉള്ളിൽ തുടയ്ക്കണം. അത് കഴിഞ്ഞ് ഉള്ളിലത്തെ പണി കഴിഞ്ഞു. ഇനി പുറത്തേ ഉള്ളൂ.
അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും കൂടി അടിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ അല്ലേ? നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അല്ലേ? അതെ. ടാറ്റാ.